അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുരുവട്ടൂരികൾ എന്ന ബുഖ്താനി ത്വരീഖത്തുകാരുടെ കോളാമ്പിയായ നൗഷാദിൻ്റെ കീറലിങ്ങനെ കേൾക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾക്കും ചിലത് പറയേണ്ടി വരികയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഒരു തുടിയിൽ അടങ്ങി കുത്തിരിക്കും. ഇവർ ആദ്യ വർത്തമാനങ്ങൾ പറയുമ്പോൾ നമുക്കത് തുറന്ന് കാണിക്കേണ്ടി വരും. ജനങ്ങൾക്ക് കാണും അറിയൊക്കെ വേണ്ടി വരുമല്ലോ അതിൻ്റെ അവസ്ഥകൾ. അപ്പം നമ്മളും തന്നെ അറിയിച്ചു കൊടുക്കും ജനങ്ങൾക്ക്. ഇവൻ്റെ പൂതി ഇവന് മാത്രമേ അറിയുള്ളൂ എന്നാണ്. അല്ല മോനെ നൗഷോ, ഇതൊക്കെ കഥകൾ ഞങ്ങൾക്കും അറിയാം. ഏതായാലും ഓനൊന്ന് പറയട്ടെ. ഉമർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ സുലൈമാൻ ബാവൻ്റെ അടുത്തേക്ക് ചെന്നൊരു കഥയാണ് പറയുന്നത്. ഒന്ന് പറയട്ടെ. ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് കുടുംബത്തിലെ കാരണവർ അവരെ സമീപിച്ചില്ലേ? നോക്കാണിങ്ങൾ ഇവന്റെ വാക്ക്. പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ അവരെ സമീപിച്ചില്ലേ? ആരെ? സുലൈമാൻ ബാവനെ പോയി കണ്ടില്ലേ? അപ്പൊ പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ തങ്ങളുടെ കാരണവർ എന്നാ പറഞ്ഞത്. അപ്പൊ ആ പാണക്കാട്ടെ തങ്ങളെ വലിയ കാരണവരായ അവര് വരെ ഈ സുലൈമാൻ ബാവന്റെ അടുത്ത് പോയിക്കണ്, സമീപിച്ചില്ലേ? സുബ്ഹാന ജല്ല ജലാലു. ഏതായാലും പറയട്ടെ, ബാക്കി പറയട്ടെ, എന്നിട്ട് പറയാം നമുക്ക്. അന്ന് ഇ.കെ. ഉസ്താദിന്റെ നിർദ്ദേശത്തിലാണ് അവരവിടെ വരുന്നത്. കാണിച്ചു കൊടുക്ക. അന്ന് ഇ.കെ. ഉസ്താദിന്റെ നിർദ്ദേശത്തിലാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും കാണിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് ഇ.കെ. ഉസ്താദിന്റെ നിർദ്ദേശമാണോ അല്ലേ എന്നല്ലേ നമുക്ക് പറയാം. ഉമർ അലി തങ്ങൾ വന്ന രംഗം. ഉമർ അലി തങ്ങൾ വന്ന രംഗാണ് കാണുന്നത്. ഈ ഉമർ അലി ശിഹാബ് തങ്ങൾ ഈ ചങ്ങായിനെ കാണാൻ വരികയാണോ? അത് ഒന്ന് നോക്കാണ്, ഒന്ന് നോക്കി. അതവിടെ എടുത്തുകൂടി കട്ട് ചെയ്ത് കണ്ടതാക്കിയതാണ് കേട്ടോ. ഈ ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ ഒരു വലിയൊരു പരിപാടി നടക്കുകയാണ്. മഹാനായ മടവൂര് CM വലിയുള്ള ഇവിടെ ആണ്ട് നേർച്ച നടക്കുകയാണ്. ആ ആണ്ട് നേർച്ചയിലേക്ക് മഹാനായ വേപ്പൂർ ഖാദിയെയും മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളെയും അതുപോലെ തന്നെ നമ്മളെ ചെറുശ്ശേരി ഉസ്താദിനെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇ.കെ. ഉസ്താദ് ഉള്ള കാലഘട്ടത്തിലാണത്. അങ്ങനെ ഇ.കെ. ഉസ്താദും പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. ഇ.കെ. ഉസ്താദും ആ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇ.കെ. ഉസ്താദ് പറയുന്ന ഇ.കെ. ഉസ്താദ് ആ പരിപാടിക്ക് ചെന്ന ഒരു രംഗം നമ്മൾ കുട്ടിയസൻ താരിമി വിശദീകരിക്കുന്നുണ്ട്. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. കാരണം ഇവൻ പറഞ്ഞ എന്താണ്, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ സമ്മതപ്രകാരമാണ് പോയതെന്ന് അറിയണ്ടല്ലോ. നോക്കുക. ലക്ഷങ്ങളാണ് ചെലവ്. അപ്പൊ മനസ്സിലായത് ഈ ഉറൂസന്നെയാണ് ശംസുൽ ഉലമ പോയിട്ടുള്ള പരിപാടി. വലിയ ഡെക്കറേഷനും വലിയ പരിപാടി, ലക്ഷങ്ങൾ. അന്നത്തെ പരിപാടി ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ്. ആ ലക്ഷങ്ങൾ ചെലവഴിച്ച പരിപാടിയിലേക്കാണ് ചെല്ലുന്നത് ശംസുൽ ഉലമ, അതുപോലെ ഉമർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ വേപ്പൂർ ഖാദി, അതുപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദ് ഒക്കെ ഒരേ വേദിയാ. ശംസുൽ ഉലമ എന്നിട്ട് എന്തുണ്ടായി എന്ന് പറയട്ടെ. വലിയ ഉറൂസാണ് അവിടെ. കണ്ടോ, അവിടെ നടക്കുന്നത് വലിയ ഉറൂസാണ്, വലിയ പരിപാടിയാണ് നടക്കുന്നത് എന്ന്. അപ്പൊ ആ മഹാനവരുടെ കാലത്ത് ആര് വലിയ, ആ വലിയ വലിയാണ് എന്ന് മഹാനവരുകളാ പറഞ്ഞത്. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നു ശൈഖുനാ ശംസുൽ ഉലമയാണ്. കണ്ടോ, ശംസുൽ ഉലമയാണ് ആര് വലിയ, ആര് വലിയല്ല, ആരാണ് വലിയ, ആരാണ് വലിയല്ലാത്തത് എന്ന് പഠിപ്പിച്ചു തന്നത് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദാണ്. ഇനി പറയുന്നതെന്ന് കേട്ടു നോക്കി. വയനാട്ടിലൊരു ഔലിയ, ആ വയനാട്ടിലെ ഔലിയാണ് ഇപ്പൊ ഈ സുലൈമാൻ ബാവട്ടോ, ഈ പറയപ്പെട്ട ചങ്ങായി. മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില്. കുട്ടിയസൻ താരിമി അഡ്രസ് മുഖാന്തരം പറയണേ, കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടിലാണുള്ളത്. കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടിലാണ് ഈ പിന്നെ ഔലിയുള്ളത്, കള്ളൗലിയുള്ളത്. അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ കണ്ടില്ലേ, ശംസുൽ ഉലമ അവിടെ ഒരു പ്രോഗ്രാമിന് ചെന്നതാണ്. ആ പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഉണ്ടായതാണ്. അവര് പരിപാടിക്ക് ചെന്നപ്പോൾ ആ പരിപാടി തന്നെയാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്ത പരിപാടി. ആ പരിപാടി തന്നെയാണ് പിന്നെ വേപ്പൂര് ഖാദി പങ്കെടുത്ത പരിപാടി. ആ പരിപാടി തന്നെയാണ് ചെറുശ്ശേരി ഉസ്താദ് പങ്കെടുത്ത പരിപാടി.
ആ അവിടെ സൂഫിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ, എത്ര ദിവസമായി വന്നിട്ട്, ഒരാഴ്ചയായി. അവൻ എങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയന് അവന്ന് വിളിക്കുക. കണ്ടോ, സൂഫിയാജി പറഞ്ഞെന്താണ്, അപ്പുറത്തെ റൂമിൽ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട്. അപ്പൊ ശംസുലുലമയുടെ തിരിച്ചങ്ങോട്ട് ചോദിക്കണത് തന്നെ, എന്നാ ഞാനൊന്ന് കാണട്ടെ എന്നല്ല. ഓ എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. എന്നങ്ങോട്ട് വിളിക്കുവാനേ പറഞ്ഞു. ഒരാഴ്ച ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുവാനേ, ഇങ്ങോട്ട് വിളിക്ക്. വിളിച്ചിട്ടോ. ആരെ വിളിക്കുന്നത്? ശംസുലുലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നത്. അവന് ശംസുലുലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ. ഇതാ ഇനി നമ്മൾ പേര് കൂട്ടിച്ചേർത്തൊന്നും വേണ്ട, കുട്ടിയസം താരിമേനെ പറയുന്നുണ്ട്. ആരാണ് ഈ ഔലിയ? മീനങ്ങാടി സുലൈമാൻ ഔലിയ, അഥവാ നമ്മളെ ഈ കോമാടന്റെ ശൈഖ് മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയാണ്. മീനങ്ങാടി സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയാണ്. ബാക്കി ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ഷെയ്ഖിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കല്ല, മീനങ്ങാടി സുലൈമാന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കല്ല, ഇങ്ങോട്ട് വിളിച്ചോനായിരുന്നു. ഷെയ്ഖുന ശംസുലുലമന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഉണ്ടായത്? ശൈഖുന ശംസുലുലമ ചോദിച്ചു, എന്താണ് മീനങ്ങാടി സുലൈമാനോട് ഉസ്താദേ ശംസുലുലമ ചോദിച്ചത്? അതും കൂടി എന്താണ് പറഞ്ഞാണ്. എന്താ ചോദിച്ചത്? എന്താണ് ചോദ്യം? എടാ നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാ ചോദ്യം കേട്ടങ്ങള്. ശരീഅത്തിന്റെ പണ്ഡിതനാണ്, വലിയാണ്, എല്ലാ ത്വരീഖത്തിന്റെയും ഷെയ്ഖാണ് മഹാനായ ശംസുലുലമ ഇ.കെ. ഉസ്താദ്. ആ ഉസ്താദ് ചോദിക്കുകയാണ്, എടാ ചെങ്ങായി അസർ നിസ്കരിച്ചിക്കണോന്ന്. ഔലിയായിട്ട് വന്നേ ആളോട് ചോദിച്ച സൂഫിയാജിന്റെ വീട്ടിൽ കുത്തിരിക്കണ ഔലിയനോട് ചോദിച്ച അസർ നിസ്കരിച്ചിക്കണോന്ന്. ശംസുലുലമയുടെ സിംഹഗർജനമാണ്. താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. കേട്ടില്ലങ്ങൾ? ഔലിയായിട്ടിരിക്കണ സുലൈമാൻ ഔലിയനോട് ശംസുലുലമ താടി അങ്ങോട്ട് പറപ്പിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചു അസർ നിസ്കരിച്ചിക്കണോന്ന്. ആ സമയത്ത് സുലൈമാൻ ഔലി എന്ത് ചെയ്തു? ആണ് തളർന്നുപോയി, ഒന്നും അല്ലാതായിപ്പോയി, ഇടുത്തി തൂര്യമാരിയാകാറിയില്ലേ, അന്ന മാതിരിയായി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കൂ അവനെ. മലയിൽ ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. കണ്ടോ? എന്നിട്ട് ശംസുലുലമ എന്തേ പറഞ്ഞത്? അടിച്ചറക്കുവാൻ ആട്ടിപ്പെടുന്ന ഇവിടെ നിർത്താൻ പറ്റൂല. നിസ്കരിക്കാത്ത കള്ളനാണോന്, നിസ്കരിക്കാത്തവനാണോന് ആട്ടിവിട് പറഞ്ഞ മനസ്സിലായങ്ങൾ. സൂഫിയാജിനോട് പറഞ്ഞു. സൂഫിയാജി പിന്നെ തെങ്ങമടക്കനെ എടുത്തുകാണ്ട് സുലൈമാൻ ബാബൻ്റെ ഒപ്പം കൂടി സുലൈമാൻ കിട്ടിയ ഹുസൈൻ അവിടുത്തെ കയറി എന്നാ കേട്ടത്. എന്തൊക്കെയാണെന്ന് അല്ലാഹു ആലം. ഏതായാലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരൊക്കെ ഒരു യഥാർത്ഥ ഔലിയാണെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കും. ഒരു ഔലിയക്ക് ഇപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെ നോക്കാൻ നേരം അതിന് നേരം ഉണ്ടാവുമോ? അതിന് നേരമുണ്ടോ? വരുന്ന ആൾക്കാരെങ്ങനെ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും സംസാരിക്കണമെന്ന് നോക്കാൻ. അവിടെ ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിൽ ശംസുലുലമ ചെന്നു, ഉമർ അലി ശിഹാബ് തങ്ങൾ ചെന്നു, ബേപ്പൂർ ഖാദി ചെന്നു, അതുപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദ് ചെന്നു. ഇവരൊക്കെ ചെന്ന വീഡിയോ വേറെ ഇങ്ങനെ ക്ലിപ്പാക്കി കട്ടാക്കിയാണ്ട് വിടുക. ഇതിൻ്റെ കൂട്ടത്തിലാണ് ശംസുലുലമനോട് ഇവർ പറയണത്. ഈ ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞു ഇവിടെ ഒരു ഔലിയുണ്ട് പറഞ്ഞു. ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെയാണല്ലോ, ഔലിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നു. അവിടെ വർത്താനം പറഞ്ഞാണ്ട് പിന്നെ എന്ത് ചെയ്തു? പ്രസംഗിക്കാൻ കയറി. ഉമർ അലി ശിഹാബ് തങ്ങൾ ചെന്നപ്പോഴും പറഞ്ഞു ഇവിടെ ഔലിയുണ്ട് പറഞ്ഞു. അപ്പോൾ ഉമർ അലി ശിഹാബ് തങ്ങളും അവിടെ ചെന്നു, ഒന്ന് വർത്താനം പറഞ്ഞാണ്ട് പോന്നു. വേപ്പൂർ ഖാദിയോടും പറഞ്ഞു ഇവിടെ ഔലിയുണ്ട് പറഞ്ഞു. അപ്പോൾ വേപ്പൂർ ഖാദി അവിടെ നിന്ന് പോയാണ്ട് പോന്നു. എന്നിട്ട് സ്റ്റേജുമൊക്കെ കയറി. എന്നിട്ടാണ് ഒരു സ്റ്റേജുമൊക്കെ കയറുന്നത്. ശംസുലുലമനോട് ഇവിടെ ഔലിയുണ്ട് പറഞ്ഞു. ശംസുലുലമനോട് ഔലിയുണ്ട് പറഞ്ഞപ്പോൾ എവിടെ ഔലി ചോദിച്ചു. അവിടെ റൂമിലാണ് പറഞ്ഞു. എന്നേ വന്നത് വെച്ചാൽ ആഴ്ച അയക്കണു വന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചാണ് അവനെയാണ്, ഇങ്ങോട്ട് വിളിച്ചോനെ. അപ്പം തന്നെ സൂഫിയാജി ആകെ ബേജാറായി. പഠിച്ചോനെ ഔലിയനെ അവന്നൊക്കെ വിളിച്ചേ ഏതായാലും ആവട്ടെ. ഔലിയൻ്റെ അടുത്തേക്ക് നല്ല സൂഫിയാജി എന്ന് കാണ്ട് നിങ്ങൾ ശംസുലുലമ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. ശംസുലുലമ വിളിച്ചിട്ടുണ്ട് തന്നേക്ക് സുലൈമാൻ ബാബൻ തേട്ടി
ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന പോപ്പ് വലിയ പച്ചപ്പോപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ പോച്ചുകാണ്ട് ചെന്നു ഷംസുലമേൻ്റെ അടുത്തേക്ക് ചെന്നു. ഷംസുലമക്ക് ഇപ്പം എൻ്റെ കണ്ണും മോറും കണ്ടപ്പോൾ തന്നെ അറിയുമെന്ന് സ്കെച്ചിട്ടില്ല എന്നല്ലേ. ഷംസുലമ ഒറ്റ ചോദ്യം, ജാസർ സ്കെച്ചുകളോ? അതിലിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ബറച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഷംസുലുലമക്ക് ഇത് ശരിക്കും ഇവൻ്റെ ഉള്ളറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോ പറഞ്ഞില്ലേ. ഇവനെ തലമുടി മുതൽ തള്ളവിരൽ വരെ ഷംസുലുലമ ഒറ്റ നോട്ടം നോക്കിയപ്പോൾ ഷംസുലുലമക്ക് മനസ്സിലായി ഇവൻ കള്ളനാണ്, ഈ കള്ളശരീരത്തിൻ്റെയും കള്ളത്തൊരീക്കത്തിൻ്റെയും ആളാണ്. വൈരത്തൂർ തങ്ങൾ പറഞ്ഞില്ലേ, കാട്ടുകള്ളനാണ്, പെരുങ്കള്ളനാണെന്ന് പറഞ്ഞില്ലേ, അതന്നെ വൈരത്തൂർ തങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഷംസുലുലമക്ക് അത് ബോധ്യപ്പെട്ടു. ഷംസുലുലമ വിളിച്ചിട്ട് ആട്ടി പിടിയടാ ഓനെ, ആട്ടി അടിച്ച് ഓനെ ഇവിടെ വെച്ചേക്കാൻ പറ്റൂലായിരുന്നു. സൂപ്പിയാച്ചിനോട് പറഞ്ഞ് കിട്ടിയ മടലേറ്റ് ആട്ടി അടിച്ചോനെ ഇവിടെ നിർത്തല്ലേ എന്നാണ് പറഞ്ഞാൽ. നിങ്ങൾക്ക് വിഷയം മനസ്സിലായോ? ഇത് ഷംസുലുലമയുടെ കറാമത്താണ്. ഇത് ഷംസുലുലമയുടെ കറാമത്താണ്. ഷംസുലുലമക്കാണ് അത് ബോധ്യപ്പെട്ടത്. ആ കാര്യം ബോധ്യപ്പെട്ടത് ഷംസുലുലമക്കാണ്. ഷംസുലുലമയാണ് ഇവൻ കള്ളനാണെന്ന് പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ മുമ്പ് AP ഉസ്താദ് ഇതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് മഹാന്മാർ, ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഈ ആളുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഷംസുലുലമ കള്ളനാണ് എന്ന് പറഞ്ഞ് ആട്ടിവിട്ടു. അതിന് ശേഷം ഇയാളുമായി കൊണ്ട് ബന്ധമുണ്ടോ അല്ലേന്നാ നോക്കേണ്ടത്. പിന്നെ 40 വർഷത്തെ പരിചയമുണ്ട്. 40 വർഷത്തെ പരിചയം ഉണ്ടാവുമല്ലോ. 40 വർഷം മുമ്പുള്ള പരിചയം, 40 വർഷം മുമ്പുള്ള പരിചയം. അതിന് ശേഷം 40 വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത് AP ഉസ്താദ് പിന്നെ കാണുന്നത്. അപ്പോൾ AP ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ശരിയായി നിസ്കരിക്കണില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചില്ലേ? AP ഉസ്താദ് ചോദിച്ചില്ലേ? പിന്നെ ഒരു മനുഷ്യൻ്റെ അടുത്ത് എന്ന് കാണ്ട് ഇജ്ജ് കാട്ടണ നൗഷാദും കുഞ്ഞേമും പമ്പേസും കാട്ടുന്ന മാതിരി ചാടി കളിച്ചാൻ പറ്റുമോ? അച്ചടക്കം എന്നുള്ളത് ഞങ്ങൾ പണ്ഡിതന്മാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ അന്നേറ്റ് ഞങ്ങൾക്ക് അച്ചടക്കമല്ല കേട്ടോ, അത് വേറെ വിഷയം. ആ അച്ചടക്കമാണ് നമ്മളെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. അത് ആരടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മര്യാദ അല്ലേ. ഇപ്പം നമ്മൾ തെറ്റിയ വീട്ടിലേക്കാണ്, ശക്തമായ തെറ്റിയൊരു വീട്ടിലേക്കാണ് നമ്മൾ കയറി ചെല്ലണമെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ അയാൾ എന്താ ചെയ്യുക? കയറി ഇരിക്കാൻ പറയും, നല്ല സീറ്റൊക്കെ തന്ന് ഇരിക്കാൻ പറയും, ചായയും വെള്ളമൊക്കെ തന്നുകാണ്ട് വിടും. അങ്ങനെ തന്നെയല്ലേ, ഒരു മര്യാദയല്ലേ അത്? ആ ഒരു മര്യാദ കാണിക്കൂലേ? ആ ഒരു മര്യാദയാണ് കാന്തപുരം ഉസ്താദും ഇവിടെ ചെയ്തിട്ടുള്ളത്. അയാളിങ്ങനെ പറയും, അയാൾ പറയണത് കേൾക്കും, ഇവിടുന്ന് അങ്ങോട്ടും പറയും, അതും കേൾക്കും. എന്നിട്ട് കാന്തപുരം ഉസ്താദ് 40 വർഷത്തെ പരിചയം, 40 വർഷം മുമ്പുള്ള പരിചയം, അതിന് പല പ്രാവശ്യം പോയിട്ടുണ്ടാവും. പക്ഷേ ഷംസുലുലമ പറഞ്ഞു കള്ളനാണ്, ആട്ടിവിടണോനെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവിടേക്ക് പോയിട്ടുണ്ടോ അല്ലേ എന്നാണ് നോക്കേണ്ടത്. പിന്നെ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശങ്ങൾക്ക് മനസ്സിലായല്ലോ. അഥവാ പിന്നെ പോവുക എന്ന് പറഞ്ഞാൽ ഈ ആത്മീയപരമായി കൊണ്ടാണല്ലോ ഇപ്പോൾ ഔലിയാണെന്ന് പറഞ്ഞുകൊണ്ട് പോണത്. ആ നിലയിൽ അദ്ദേഹം ഒരു വലിയ ആണ്, ഔലിയാണ് എന്നുള്ള നിലക്ക് പോയിട്ടുണ്ടോ അല്ലേ നോക്കണ്ടുള്ളൂ. പിന്നെ അയാൾ വലിയൊരു സമ്പന്നനാണ് എന്നുള്ള നിലക്ക് അയാളുമായി കൊണ്ട് പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. അയാൾ വലിയൊരു പൈസക്കാരനാണ്. അക്കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് വലിയ വലിയ നീർച്ച ഉണ്ടാക്കിയിരുന്ന അയാൾ. വലിയ നീർച്ച, അതുപോലെ വലിയ പരിപാടി, മടവൂർ CM വലിയുള്ളതിൻ്റെ പരിപാടിയൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ച് കണ്ടാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടുണ്ടാക്കിയിരുന്ന പരിപാടി. ആ പരിപാടിയിലേക്കല്ല ഇപ്പോൾ വലിയ ചെന്നിക്കണത്. അതന്നെയല്ലേ കുട്ടിയാസം താരിമി പറഞ്ഞത്. അത്രയും വലിയ അറേഞ്ച്മെൻ്റ് അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ പൈസക്കാരനാണ് എന്നുള്ള നിലക്ക് പലരും അയാളുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അല്ലാതെ പോയിട്ടുണ്ടോ അല്ലേ എന്ന് നമ്മൾ നോക്കേണ്ടതുള്ളൂ.